മാങ്ങാക്കാലം ആയല്ലേ, അപ്പോൾ എല്ലാവരുടെയും വീട്ടിലും മാങ്ങകളൊക്കെ കാണുമല്ലോ. നമുക്ക് ഒരു തട്ടിക്കൂട്ടി മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ? ഈ മാങ്ങാച്ചാറിൽ ഞാൻ വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല, അപ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. പെട്ടെന്ന് കേടാവുന്നേ ഉള്ളൂ. ഫ്രിഡ്ജ് വെച്ചാൽ കുറച്ച് കാലം കൂടെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു മാങ്ങ എടുത്ത് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം തൊലി ചെത്തണമുള്ളവർക്ക് തൊലി ചെത്താം, ഇല്ലാത്തവർക്ക് വേണ്ട. തൊലിയോട് കൂടെ ഉള്ളതാണ് ടേസ്റ്റ്. അപ്പോൾ അതിനെ അരിഞ്ഞു ഇനി ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അതിനെ മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചെറിയ മീഡിയം സൈസിൽ അരിഞ്ഞെടുക്കാം, ആണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നിങ്ങളെ ഇഷ്ടം പോലെ ഏതാണെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തിട്ട് അതെല്ലാം ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് അല്പം ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ 1 മണിക്കൂർ വയ്ക്കാം, ഒരു ദിവസം വയ്ക്കാം, അരമണിക്കൂർ വയ്ക്കാം. കുറച്ച് ഉപ്പ് പിടിക്കണമെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് പ്രത്യേകം ഒരു കൂട്ടുണ്ടാക്കിയാലോ? എന്താ, അതിന് വേണ്ടി നമുക്ക് കടുകും ഉലുവയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇത് അച്ചാറിന് നല്ല മണവും കുറച്ച് രുചിയും എല്ലാം കൂട്ടുന്നതാണ്. അപ്പോൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൽ അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമായ കുറച്ച് സാധനങ്ങൾ കൂടെ വേണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും അരിഞ്ഞ് മാറ്റി വയ്ക്കണം. അടുത്ത അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇതയം നല്ലെണ്ണയാണ് കേട്ടോ. പണ്ട് മുതലേ ഉള്ളതാണ് ഇതയം നല്ലെണ്ണ. നല്ലെണ്ണയിൽ തന്നെ അച്ചാർ ഉണ്ടാക്കണം. അതിനൊരു പ്രത്യേക ടേസ്റ്റും മണവും എല്ലാം ഉണ്ട്. അച്ചാർ ഉണ്ടാക്കാൻ ഞാൻ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചട്ടിയിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ എണ്ണ വീട്ടിയിട്ടുണ്ട്, അതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് കടുവറുത്തെടുക്കാം. കടുവിട്ട് അത് പൊട്ടട്ടെ. എന്നിട്ട് ഉലുവ ഇടണം. അപ്പോൾ എടുത്ത് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് അതെല്ലാം ഒന്ന് പൊട്ടി നല്ലൊരു മണം വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് തീ ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ട് വേണം നമ്മൾ മുളക് പൊടിയൊക്കെ ഇടാൻ വേണ്ടി, അല്ലെങ്കിൽ ചിലപ്പം പെട്ടെന്ന് കരിഞ്ഞു പോവും. ആവശ്യത്തിന് മുളക് പൊടി ഇടുക. പെരിയ മുളകാണെങ്കിൽ അതിട്ടാലും മതി. പെരി വേണമെന്നനുസരിച്ച് ഇടണം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ലോ ഫ്ലെയിം വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. അത് കഴിഞ്ഞ് അല്പം കായപ്പൊടി ചേർക്കാം. കായം നല്ല ടേസ്റ്റാണ് അച്ചാറിന് കൊടുക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കായപ്പൊടിയും ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തില്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടിച്ച് വെച്ചില്ലേ കടുകും ഉലുവയും കൂടെ ഉള്ളൊരു മിക്സ്, അതും കൂടെ ഇട്ട് കൊടുക്കണം. അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു ചെറിയൊരു തിള വരണത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അടുത്ത ഒരു പ്രത്യേക സാധനമാണ്, ഇത് ശർക്കരയാണ്. നമ്മുടെ അച്ചാറിൻ്റെ എരിവും എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. അല്പം ശർക്കര ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ മാങ്ങയ്ക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് മുമ്പ് ആവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ, അത് മറക്കരുത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് വീണ്ടും മിക്സ് ചെയ്തിടണം. അതിന് നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ മാങ്ങ എന്ന് ഇതിലോട്ട് തട്ടി കൊടുക്കുക. അതിനുശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ മാങ്ങയിലും നമ്മുടെ ഈ കൂട്ടെല്ലാം ഒന്ന് പിടിക്കട്ടെ. എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ, ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കളർ കണ്ടില്ലേ, ഈ വീഡിയോയിൽ ഇത്ര കളറിൽ നല്ല കളറുണ്ടായിരുന്നു. കഴിച്ചു നോക്കിയാൽ അപ്പോൾ വായിക്കൂടെ കപ്പലോട് അത്രയ്ക്ക് ടേസ്റ്റ്. നമ്മളിത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയിലൂടെയും അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് ഈ അച്ചാർ കഴിക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ബൈ.